നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഓണത്തെ വരവേൽക്കാൻ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പല ഓഫീസുകൾ കേന്ദ്രീകരിച്ച്, കോളേജുകൾ കേന്ദ്രീകരിച്ചൊക്കെ ഓണാഘോഷങ്ങൾ ഇങ്ങനെ തകൃതിയായി നടക്കുന്നുണ്ട്. ഉത്രാടപ്പാച്ചിലേക്കൊക്കെ കടക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓണത്തെ വരവേൽക്കാൻ എല്ലാവരും തയ്യാറെടുക്കുകയാണ്. ഓണം മൂഡിലാണ്, ആഘോഷ മൂഡിലാണ് എല്ലാവരും എന്നറിയാം. എങ്കിൽ പോലും നമുക്ക് വാർത്തകളുടെയും വിശേഷങ്ങളുടെയും ലോകത്തേക്ക് ഒരു മണിക്കൂർ എനിക്കൊപ്പം യാത്ര ചെയ്യാൻ ഞാൻ പ്രിയ പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായി ഉയർന്ന ആരോപണത്തിൽ നിർണായക കണ്ടെത്തലുകൾ നടത്തിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. നമുക്കറിയാം, ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ തീരുമാനിച്ചത് മുതൽ തന്നെ പരാതിക്കാരില്ലാത്ത സാഹചര്യത്തിൽ ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആശങ്ക ഓരോ പ്രേക്ഷകരെ സംബന്ധിച്ചും ഉണ്ടായിരുന്നതാണ്. അത് വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കാൻ, പരാതിക്കാർ മുന്നോട്ട് വരുന്നില്ല എന്നത് രാഷ്ട്രീയ ആയുധമാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും വലിയ പ്രതിരോധം അവർ സൃഷ്ടിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ്. അപ്പോൾ കേസെടുത്തതിന് ശേഷവും പരാതിക്കാർ മുന്നോട്ട് വരുന്നില്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണം വഴിമുട്ടുമോ തുടങ്ങിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന വാർത്ത ന്യൂസ് 18 ഇന്ന് രാവിലെ ബ്രേക്ക് ചെയ്തത്. ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യനാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം 2 നിർബന്ധിത ഗർഭഛിദ്രങ്ങൾ നടന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ, വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന നിർണായക വിവരമാണ് ഇന്ന് ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്തത്. അത് ഒന്ന് കേരളത്തിനകത്തും ഒന്ന് കേരളത്തിന് പുറത്തും ഈ ഗർഭഛിദ്രങ്ങൾ നടന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശുപത്രി വിവരങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ വ്യക്തമായ വിവരങ്ങളാണ് ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ടത്. 2 യുവതികൾ ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിതരായിരിക്കുന്നു എന്ന സാഹചര്യം നമുക്കറിയാം. ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഫോൺ വിളികൾ, അതിൻ്റെ ശബ്ദ സംപ്രേഷണം പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നതാണ്. പ്രേക്ഷകർ കേട്ടിരിക്കാം. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് തന്നെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതും ഒരു ഘട്ടത്തിൽ ആ പെൺകുട്ടിയുടെ ജീവന് പോലും ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള സംഭാഷണം MLA-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതുമൊക്കെ നമ്മൾ കേട്ടതാണ്. മറ്റൊരു പെൺകുട്ടി കൂടി സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയിരിക്കുന്നു എന്ന വിവരം കൂടി വരുമ്പോൾ ആ പെൺകുട്ടിയും ഇതേ മേഖലയിൽ നിന്ന് തന്നെയുള്ള പെൺകുട്ടിയാണ് എന്ന് വ്യക്തമാവുകയാണ്. 2 പെൺകുട്ടികളും ഒരേ മേഖലയിൽ തന്നെ ഉള്ള വ്യക്തികളാണ്, മാധ്യമപ്രവർത്തകരാണ് എന്ന വിവരമാണ് വരുന്നത്. അതിൽ ഒരു പെൺകുട്ടിയുടെ ഗർഭഛിദ്രം നടത്തിയിരിക്കുന്നത് കേരളത്തിന് പുറത്താണ് എന്ന വിവരം കൂടി ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. അതും നിർബന്ധിതമായിട്ടുള്ള ഗർഭഛിദ്രമാണോ, എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് തുടങ്ങിയ കൂടുതൽ വിവരശേഖരണം ക്രൈംബ്രാഞ്ച് നടത്താൻ ഉദ്ദേശിക്കുന്നു. എന്തായാലും ഇന്റലിജൻസ് ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിനെ തുടർന്നായിരിക്കും ഇനി ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക. എന്തായാലും പെൺകുട്ടികളിൽ നിന്ന് മൊഴി എടുക്കാൻ, അവരിൽ നിന്ന് വിവരം തേടാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ കൂടി ലഭിച്ച സാഹചര്യത്തിൽ ഒരു പക്ഷേ ഈ പരാതിക്കാർ മുന്നോട്ട് വന്നിട്ടില്ല എങ്കിൽ സ്വന്തമായി തന്നെ കേസെടുക്കാൻ കഴിയുമോ എന്ന സാധ്യതകൾ കൂടി ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരം നീക്കങ്ങളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന കാര്യം ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. അത് BNS 88 പ്രകാരം കേസ് രേഖപ്പെടുത്താൻ കഴിയുമോ എന്ന ഒരു ആലോചനയാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. ഗർഭഛിദ്രം അത് നിർബന്ധിതമാണ് എങ്കിൽ അത് ഏത് സാഹചര്യത്തിലാണ് എന്ന് പരിശോധിച്ച് നിയമവിധേയമായുള്ളതല്ല എങ്കിൽ ആ നിലയിൽ മുന്നോട്ട് പോവുക എന്നത് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് തെളിവില്ലാതെ തേഞ്ഞുമാഞ്ഞു പോകുന്ന കാര്യമല്ല. കൂടുതൽ തെളിവുകൾ വരുന്നു, കൂടുതൽ ഇരകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോഴത്തെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2 യുവതികൾക്ക് സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായിരിക്കുന്നു എന്നത് ഹോസ്പിറ്റൽ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വരുന്നു എന്നതാണ് നമ്മളിവിടെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന കാര്യം. പക്ഷേ അതിലധികം പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട് എന്നത് ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുള്ള കാര്യവുമാണ്. പരാതിക്കാർ മുന്നോട്ട് വരാതിരിക്കുക
വ്യക്തമാക്കുകയും അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് സംശയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിവരങ്ങൾ ലഭിക്കുന്നു എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് അവർക്ക് വഴിയൊരുക്കുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, 3 വനിതാ മാധ്യമ പ്രവർത്തകർ ഈ പെൺകുട്ടികളെ പിന്തിരിപ്പിക്കാൻ ഇടപെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടി നടക്കും എന്ന വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. അത് അവരിലേക്ക് ഏതെങ്കിലും തരത്തിൽ യുവതികളെ പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ, അത്തരം ശ്രമത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അത് ബോധപൂർവമായ ശ്രമമാണോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ക്രൈംബ്രാഞ്ച് പരിശോധിക്കും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരാതി അയച്ചവർ നമുക്കറിയാം, ഡയറക്റ്റായിട്ടുള്ള പരാതികളല്ല ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ലഭിച്ചിട്ടുള്ള പരാതികൾ, ആ പരാതി നൽകിയവർ അവരിൽ നിന്ന് മൊഴിയെടുക്കുക എന്നതുകൂടി അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കോൺഗ്രസ് പരാതി ഇല്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടി വലിയ പ്രതിരോധം ഉയർത്തുമ്പോൾ MLA കൊടുക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. അത് 2 നിർബന്ധിത ഗർഭഛിദ്രങ്ങൾ നടന്നു എന്നതിന്റെ തെളിവുകളിലേക്ക് എത്തുന്നു. അത് ഒന്ന് കേരളത്തിന് അകത്തും ഒന്ന് കേരളത്തിന് പുറത്തും എന്നത് വ്യക്തമാകുന്നു. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കുരുക്കു മുറുകുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പാർട്ടി പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും അതിനപ്പുറത്തുള്ള നിലയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന തരത്തിൽ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വരുന്നു എന്ന സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നു ഫോക്കസ് നമ്പർ 2 രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം അത് കോൺഗ്രസിൽ തന്നെ ചില മറ്റ് ശാക്തിക ചേരി രൂപീകരണത്തിലേക്ക് നയിക്കുന്നു എന്ന നിലയാണ് ഇപ്പോഴുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന് പുറത്തുവിട്ട റിപ്പോർട്ടാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമുക്കറിയാം ഏറ്റവും ശക്തമായ നിലപാട് അതിനെതിരെ ആദ്യം തന്നെ സ്വീകരിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന ഷാഫി പറമ്പിൽ MLA രാഹുലിനെ പ്രതിരോധിച്ച് രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടതാണ്. അത് കുറച്ച് ദിവസത്തെ മൗനത്തിന് ശേഷമാണ് ഷാഫി പറമ്പിൽ മൗനം വെടിഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത്. അപ്പോൾ ഷാഫി പറമ്പിൽ രാഹുലിനെ പ്രതിരോധിച്ച് തന്നെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട് 2 ചേരികൾ രൂപപ്പെടുന്നു. സതീശനും ഷാഫിയും തമ്മിൽ അകലുന്നു എന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കൂട്ട് പിരിയുമ്പോൾ ആ സാഹചര്യം മുതലെടുക്കാൻ മറ്റ് ചില ഗ്രൂപ്പുകൾ ശ്രമം തുടങ്ങിയതായി ഉള്ള വാർത്തകൾ കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ വിഷയം കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള അന്തഛിദ്രങ്ങളുടെ ആകെ തുകയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിയുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പം നിലയുറപ്പിച്ചിരുന്ന ഷാഫി പറമ്പിലാണ് പൂർണ്ണമായും കളം മാറുന്നതിന്റെ വിവരങ്ങൾ വരുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അവസരമാക്കി രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ KC വേണുഗോപാൽ വിഭാഗവും പാർട്ടിയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള നീക്കം കൂടി സജീവമാക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്ന ഈ അന്തഛിദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണിപ്പോൾ കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ പ്രതിപക്ഷ നേതാവായുള്ള സതീശിന്റെ വരവ് നമുക്കറിയാം. അത് തുടർച്ചയായി 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് പിന്തള്ളപ്പെട്ടതിന് പിന്നാലെയാണ് VD സതീശൻ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത്. 2 ദശാബ്ദത്തോളം പാർട്ടിയെ നിയന്ത്രിച്ചിരുന്നത് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അച്യുതണ്ടാണ്. ആ അച്യുതണ്ടിനെ തകർത്തുകൊണ്ടാണ് VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ആ സമയത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ VD സതീശൻ ഉണ്ടായിരുന്നു. പിന്നീട് പല നിർണായക തീരുമാനങ്ങളും എടുത്തത് ഈ ചേരികൾ ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. അവർ ഒരുമിച്ച് നിന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു, അത് നടപ്പാക്കുന്നു. അത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പുകൾ, നിർണായക ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയം മുതൽ അതിൻ്റെ ഏകോപനവും നടത്തിപ്പും ഒക്കെയും ഇവർ മുന്നിൽ നിന്ന് നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് തൃക്കാക്കര മുതൽ പാലക്കാട് വരെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ അത് അല്പമെങ്കിലും തെറ്റിയത് നിലമ്പൂരിലായിരുന്നു. നിലമ്പൂരിൽ ആ ഏകോപനക്കുറവ് PV അൻവറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട്
കാണാൻ പോയതിൽ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ, അത് വി ഡി സതീശൻ്റെ അറിവോടെയല്ല എന്ന തരത്തിലുള്ള വാർത്തകൾ, വി ഡി സതീശനുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അകലുന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായുള്ള അടുപ്പമാണോ അതിലേക്ക് നയിച്ചത് തുടങ്ങിയ സംശയങ്ങളൊക്കെ അവിടെ തുടങ്ങുന്നതാണ്. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നീക്കങ്ങൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ ലഭിക്കുന്നത്. അത് പരിശോധിക്കപ്പെടുന്നു. പാർട്ടിയെ സമീപിക്കാൻ, മറ്റിടങ്ങളിൽ പരാതിപ്പെടാൻ താല്പര്യമില്ലാത്തവർ പാർട്ടിയെ സമീപിച്ച് ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. അത് പരിശോധിക്കപ്പെടുന്നു. ആ സാഹചര്യത്തിലാണ് അത്തരമൊരു നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തുന്നത് എന്നതാണ് വ്യക്തമായ വിവരം, ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ശക്തമായ നിലപാടെടുക്കുന്ന വി ഡി സതീശൻ MLA സ്ഥാനത്ത് നിന്ന് തന്നെ രാജി ഉണ്ടാകുമെന്ന സൂചനകൾ നൽകുന്നു. പക്ഷേ അത് ശക്തമായ നിലപാടും മാതൃകാപരമായ നിലപാടും എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വി ഡി സതീശൻ വിശദീകരിച്ചത്. MLA സ്ഥാനത്ത് നിന്നുൾപ്പെടെ രാജി വേണം എന്നതായിരുന്നു വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യമെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചത്. അത് വലിയ രീതിയിലുള്ള അകൽച്ചയിലേക്ക് നയിക്കുന്നു. ആ സാഹചര്യം ഇപ്പോൾ ഇരുവരും തമ്മിൽ പിരിയുന്ന ഘട്ടത്തിലേക്ക് പോലും എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ബന്ധം രാഹുൽ വിവാദത്തോടെ വലിയ ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് തന്നെ അത് വളരെ പ്രകടമായി തന്നെ നമുക്ക് മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രതികരണം കാണുന്നവർക്ക് വായിച്ചെടുക്കാൻ പോലും പറ്റുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതാണ്. എ ഗ്രൂപ്പിന്റെ ഭാഗമായി രാഹുലിന് വേണ്ടി പ്രതിരോധം തീർക്കുന്നവരിൽ ഷാഫി പറമ്പിലിനൊപ്പം ബെന്നി ബെഹനാൻ, MM ഹസൻ, KC ജോസഫ് തുടങ്ങിയ നേതാക്കളാണ് മുൻനിരയിലുള്ളത്. അവർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെളുപ്പിച്ചെടുക്കാനുള്ള വലിയ രീതിയിലുള്ള ശ്രമം നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. M വിൻസെന്റ് MLA ആണ് വി ഡി സതീശനൊപ്പം ഉറച്ചു നിൽക്കുന്ന നിയമസഭാംഗം. K സുധാകരൻ, അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കിയാണ് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ രമേശ് ചെന്നിത്തല നടത്തുന്നത്. ഇപ്പോൾ ഈ ഇരു നേതാക്കൾക്കും ഇടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് ഗ്രൂപ്പിന്റെ ഭാഗമായി കൂടിയുള്ള പ്രശ്നങ്ങൾ, ആ സാഹചര്യങ്ങൾ മുതലെടുക്കുക എന്നതാണ് മറ്റുള്ളവർ ലക്ഷ്യമിടുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അവസരമാക്കി മാറ്റാനുള്ള നീക്കം KC വേണുഗോപാൽ പക്ഷവും സജീവമാക്കിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ, ചാണ്ടി ഉമ്മൻ, മാത്യു കുഴൽനാടൻ, T സിദ്ദിഖ്, റോജി M ജോൺ, സനീഷ് കുമാർ ജോസഫ് തുടങ്ങിയവർ KC വേണുഗോപാൽ പക്ഷത്തും ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ഈ ഗ്രൂപ്പ് നേതൃത്വങ്ങളുടെ ഒന്നും ഭാഗമല്ലാത്ത ചിലരുമുണ്ട്. K മുരളീധരനെ പോലെയുള്ളവർ. അവരും സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോഴാണ് കോൺഗ്രസിൽ ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് നമുക്കറിയാം. വലിയ പ്രതിരോധത്തിൽ കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾ. ശക്തമായ നടപടികളിലൂടെ കോൺഗ്രസ് തിരിച്ചുവരവിനൊരുങ്ങി. അത് ഒരുപക്ഷേ ചരിത്രത്തിലാദ്യമായി MLA സ്ഥാനം രാജിവെപ്പിക്കുന്നതിലേക്ക് വരെ പോകുമോ എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ പിന്നീട് വനിതാ നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ കോൺഗ്രസിന് പ്രതിരോധമുയർത്തി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നതാണ് കണ്ടത്. അതിൽ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം രൂപപ്പെട്ടിരിക്കുന്ന അവരിലെ പ്രധാനികളാണ് എന്നത് അറിയാം. എന്തായാലും ഈ സാഹചര്യം കോൺഗ്രസിലെ തന്നെ വലിയ രീതിയിൽ ഇപ്പോഴത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ മാറ്റിമറിയിക്കുന്ന നിലയിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ എല്ലാവരും സജീവമാക്കിയിട്ടുണ്ട്. നടപടി വേണമെന്ന് ഇനിയും വാശി പിടിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസിൽ തന്നെ ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു തരത്തിലും ഇതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആകില്ല എന്ന നിലപാട് ഒരു കൂട്ടം സ്വീകരിക്കുമ്പോൾ അതല്ല, രാഹുലിനെ പ്രതിരോധിക്കുക എന്നത് മാത്രം ലക്ഷ്യമാക്കി അങ്ങനെയുള്ള സമവാക്യങ്ങളുമായി മുന്നോട്ട് പോകുന്നവരുണ്ട്. എന്തായാലും നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇതൊക്കെ എങ്ങനെ പരിണമിക്കുന്നു എന്നത് കണ്ടറിയണം. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഈ ഘട്ടത്തിൽ. അത് KC വേണുഗോപാൽ നേതൃനിരയിലേക്ക് വരണം, അത് ജനങ്ങളുടെ രക്ഷയ്ക്കും UDFന്റെ രക്ഷയ്ക്കും എന്ന നിലയിൽ ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പോൾ ഘടകകക്ഷികൾ എടുക്കുന്ന തീരുമാനങ്ങളും വലിയ പ്രാധാന്യമുള്ള വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഘടകകക്ഷികളെ കൂടി മുന്നിൽ നിർത്തി, അവരെ കൂടി ഒപ്പം നിർത്തി, അവരുടെ കൂടി പിന്തുണ ഉറപ്പാക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. എന്തായാലും വലിയ കൂട്ടുകെട്ടിൽ വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കാരണമായിരിക്കുന്നു എന്നതാണ്
ഇതിലെ ഏറ്റവും വലിയ ഘടകം. ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ നമുക്കറിയാം. അത് സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായിരുന്നു. സ്ത്രീകളുടെ പ്രവേശനം സാധ്യമാക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. വലിയ രാഷ്ട്രീയ വിവാദമായി അത് മാറി. ഒരു ഘട്ടത്തിൽ വലിയ അക്രമ സംഭവങ്ങളിലേക്കുമൊക്കെ അത് വഴിമാറിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. നവോത്ഥാന മതിൽ സൃഷ്ടിച്ചും അത്തരം പരിപാടികൾ സംഘടിപ്പിച്ചും ഒക്കെ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പ്രചരണങ്ങളും ഒക്കെ സർക്കാരിൻ്റെ ഒക്കെ ഭാഗമായി നടന്നു വന്നത് നമ്മൾ കണ്ടതാണ്. അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി രൂപപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സർക്കാർ സംഘടിപ്പിക്കാൻ പോകുന്ന അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സമാനമായ നിലയിൽ വലിയ രീതിയിലുള്ള എതിർപ്പും അനുകൂലിച്ചും ഒക്കെയുള്ള നിലപാടുകളും ചർച്ചകളും ഉയർന്നു വരുമ്പോൾ അവിടെ സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് വീണ്ടും ശ്രദ്ധേയമാവുകയാണ്. സർക്കാർ യു-ടേൺ അടിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. അത് ഒന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ. സർക്കാർ നിലപാട് തിരുത്തുന്നു ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്ന് തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ നൽകിയതാണ്. ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശ്വാസികൾക്കൊപ്പമാണ് CPM എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. ഇതൊരു നിലപാട് മാറ്റത്തിന്റെ വ്യക്തമായ സൂചന തന്നെയാണ്. സ്ത്രീ പ്രവേശനമാകാമെന്ന സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായ നിലപാട് പുതിയ സാഹചര്യത്തിൽ ഒരു നിയമോപദേശത്തിന്റെ രൂപത്തിൽ ലഭിച്ച് ആ വിധത്തിൽ കോടതിയെ അറിയിക്കുക എന്നതാണ് ഇപ്പോൾ CPM സർക്കാരും ലക്ഷ്യമിടുന്ന കാര്യം. അപ്പോൾ ആ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചാൽ CPM വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് MV ഗോവിന്ദൻ പറയുന്നു. വിമർശനങ്ങൾ കേട്ട് അയ്യപ്പ സംഗമത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകില്ല. ദേവസ്വം ബോർഡാണ് ഈ സംഗമം തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ അയ്യപ്പ ഭക്തന്മാരുടെ അംഗീകാരമുണ്ട്. യുവതീ പ്രവേശനം കഴിഞ്ഞ അധ്യായമാണ് എന്ന് MV ഗോവിന്ദൻ പറയുകയാണ്. അതിൽ നേരിട്ട് ഒരു പരാമർശം MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. കോടതി വിധിയുടെ ഭാഗമായി വന്ന കാര്യങ്ങളാണ്, അതിലേക്കിപ്പോൾ കടന്നു പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതിൽ നിന്ന് ഒഴിവാകുകയാണ്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഈ നേരത്തെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന വ്യക്തമായ വിവരങ്ങൾ വരികയും കോടതിയിൽ ഉൾപ്പെടെ ആ നിലപാട് മാറ്റം പ്രതിഫലിക്കും എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ആ ചോദ്യം ഉയരുന്നത്. പക്ഷേ അദ്ദേഹം അതിൽ കൃത്യമായി മറുപടി നൽകുന്നില്ല. MV ഗോവിന്ദന്റെ പ്രതികരണം കേൾക്കാം. സംഗമം തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണ്. ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകളുടെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർ തീരുമാനിച്ചതാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പ്രക്രിയയുടെ പേരാണ് വർഗീയത എന്ന്. അപ്പോൾ ആ വർഗീയവാദികളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്. വിശ്വാസികളല്ല. വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ. ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഇല്ല. വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. ഇടതുപക്ഷ സർക്കാർ അയ്യപ്പ വിശ്വാസത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള അടുത്ത ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസികൾക്കൊപ്പമാണ് CPIM. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വിശ്വാസങ്ങൾ സംരക്ഷിക്കും എന്നതാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. വിശ്വാസികൾക്കൊപ്പമാണ് CPM എന്ന് പറയുന്നു. എങ്ങനെയാണ് CPM ഈ സാഹചര്യത്തിലേക്ക് എത്തുന്നതെന്ന് നോക്കിയാൽ അത് കഴിഞ്ഞ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പാർട്ടി സ്വീകരിച്ച നിലപാട്, സർക്കാർ സ്വീകരിച്ച നിലപാട്, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, അത് പിന്നീട്
വന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ച രീതി, ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു സമീപനത്തിലേക്ക് സർക്കാർ എത്തുന്നത്. അയ്യപ്പ സംഗമം പോലും അതിൻ്റെ ഭാഗമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിനെ തുടർന്ന് സമാനമായ നിലയിൽ വിവാദങ്ങൾ ഉയരുമ്പോഴാണ് ആ ഓരോ വിവാദങ്ങളും ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വളരെ ഉദാരപൂർണമായിട്ടുള്ള സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആദ്യം ഉയർന്നത് സ്റ്റാലിൻ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ്. സ്റ്റാലിൻ്റെ വരവ് മുടങ്ങുന്നു. പിന്നീട് NSS ഉയർത്തിയ അവർ അയ്യപ്പ സംഗമത്തെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അത് രാഷ്ട്രീയം ഒഴിവാകണം എന്നതാണ്. രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ അതിൽ ഉണ്ടാകരുത് എന്ന വളരെ നിഷ്കർഷ NSS ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരുന്നു. നിലനിന്നു പോരുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെ ക്ഷേത്രത്തിന്റെ പരിശുദ്ധി സംരക്ഷിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നല്ലതാണ് എന്നതാണ് NSS വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ ആചാര സംരക്ഷണം എന്നത് ഒരു പ്രധാന വിഷയമാണ് എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു NSSന്റെ ആ ഒരു മുന്നറിയിപ്പ്. അത് സർക്കാർ ഇപ്പോൾ ആ നിലയിലേക്ക് തന്നെ അതിനെ സമീപിക്കുന്നു എന്ന് വേണം ഇപ്പോൾ ഉയർന്നു വരുന്ന വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. സമിതിയുടെ നേതൃത്വം രാഷ്ട്രീയ വിമുക്തവും തികഞ്ഞ അയ്യപ്പ ഭക്തരെ ഉൾക്കൊള്ളുന്നതുമായിരിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി ദേവസ്വം ബോർഡ് എത്തുകയാണ്. ജനപ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ള പരിപാടി മറ്റ് പ്രതിനിധികളുമായിരിക്കും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുക. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് അതിൽ പങ്കാളിത്തം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ നിർദ്ദേശങ്ങളൊക്കെ അതേപടി പാലിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സമീപനത്തിലേക്ക് സർക്കാർ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ നായർ സർവീസ് സൊസൈറ്റിയുടെ നിലപാടുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വന്ന സാഹചര്യത്തിലാണ് ഇതിലൊരു വ്യക്തത വരുത്തുകയും ആ കാര്യങ്ങൾ NSS വ്യക്തമായി പറയുകയും ചെയ്തത്. ആ സാഹചര്യത്തിൽ അതനുസരിച്ച് ഉള്ള നിലപാടിലേക്ക് സർക്കാരും CPM എത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് 2019 ഫെബ്രുവരിയിലാണ് കോടതിയിൽ ദേവസ്വം ബോർഡ് പഴയ നിലപാട് അറിയിച്ചിരുന്നത്. അപ്പോൾ ആ നിലപാട് തിരുത്തി ഇനി പുതിയ നിലപാട് കോടതിയെ അറിയിക്കുക എന്നതാണ് ഇനിയുള്ള നീക്കം. നിയമവിദഗ്ധരുമായി ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് കൂടിയാലോചന നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇനിയുള്ള പുതിയ നിലപാട് കോടതിയെ അറിയിക്കുക. അത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന വിശദീകരണം നൽകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് മാത്രമായിരിക്കും അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുക എന്നതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്ന കാര്യം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ വ്യക്തമായി തന്നെ നൽകിയതാണ്. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം PS പ്രശാന്ത് പറഞ്ഞത്. ആ വാക്കുകൾ കൂടി കേൾക്കാം. പ്രവേശവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ സർക്കാരിന്റെ നിലപാട് തിരുത്തി സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കുന്നു, അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ആ വിഷയം അല്ലെങ്കിൽ ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കും. ദേവസ്വം ബോർഡ് പരിശ്രമിക്കും. അത് പിന്നെ സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ബോർഡ് പരിശ്രമിക്കും. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ സർക്കാരിനെതിരെ ആദ്യമായുള്ള പ്രതിഷേധം രൂപപ്പെടുന്നത് NSS നാമജപ ഘോഷയാത്ര നടത്തിയതോടുകൂടിയാണ്. അപ്പോൾ അന്ന് അവിടെ തുടങ്ങിയ പ്രതിഷേധം പിന്നീട് സംസ്ഥാനത്താകെ ആളിപ്പടരുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് വരുമ്പോൾ ആദ്യം BJPയുടെ ഭാഗത്തു നിന്നും ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നുമൊക്കെയുള്ള എതിർപ്പ് പഴയതുപോലെ തന്നെ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു. എന്നാൽ അതിനെ അനുകൂലമായ അല്ലെങ്കിൽ ആ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങുന്ന തരത്തിലുള്ള സമീപനങ്ങളും പ്രതികരണങ്ങളും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നായാലും സർക്കാർ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുമായാലും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു.
ഇത് അസ്വസ്ഥപ്പെടുത്തുന്നത് BJP-യാണ്. കാരണം സുവർണാവസരമായി ഈ സാഹചര്യങ്ങളെ ഒക്കെ കണ്ടത് BJP-യാണ്. സർക്കാരിന്റെ ദുഷ്ടലാക്കാണ് രാഷ്ട്രീയ നേട്ടത്തിനായി സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തുകയാണ് സർക്കാർ എന്ന ഒരു വിമർശനമാണ് ഇപ്പോഴും BJP ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത്. CPM-ന് നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത് എന്ന കുറ്റപ്പെടുത്തലാണ് BJP-യുടെ ഭാഗത്തു നിന്ന് വീണ്ടും വീണ്ടും ഉയരുന്നത്. അയ്യപ്പ സംഗമം CPM-ന്റെ ഒരു ദുഷ്ടലാക്കിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നതാണ്. എന്താണ് ഈ ഗവൺമെൻറ് ഇപ്പോൾ പെട്ടെന്ന് അയ്യപ്പനോടൊരു സ്നേഹം തോന്നിയിട്ടുള്ളത്? ശബരിമലയോടും അയ്യപ്പ ഭക്തരോടും ഏറ്റവും കൂടുതൽ ദ്രോഹം കാണിച്ചിട്ടുള്ള ഗവൺമെൻറ്റാണ് LDF-ൻ്റെ ഗവൺമെൻറ്. CPM-ൻ്റെ നിലപാട് തന്നെ ശബരിമലയെ തകർക്കുക എന്നുള്ളതായിരുന്നു. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ് LDF-ൻ്റെ ഗവൺമെൻറ്. വാടകക്കെടുത്ത് കൊണ്ടുവന്ന യുവതികളെ മലകയറ്റി ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിച്ചതിന് ശേഷം അത് പരസ്യമായി പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അങ്ങനെയുള്ള പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്നൊരു സർക്കാർ എന്തടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്? അതിൻ്റെ പിറകിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ആ അജണ്ട ശബരിമല സംഭവത്തിന് ശേഷം CPM-ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കുക എന്നുള്ള അജണ്ടയാണ്. അത് തിരിച്ചറിയാൻ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് സാധിക്കും. സർക്കാർ വിശ്വാസികൾക്കൊപ്പമല്ല എന്നതായിരുന്നു BJP ഈ യുവതീ പ്രവേശന വിഷയ സമയത്തൊക്കെ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചിരുന്ന വാക്കുകൾ. എന്നാൽ ഇപ്പോൾ വിശ്വാസ വഴിയിലാണ് തങ്ങളെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ആവർത്തിച്ച് പറയുന്നു. വിശ്വാസികൾക്കൊപ്പമാണ് തങ്ങളെന്ന് പറയുന്നു. അവർ ഉയർത്തുന്ന ഓരോ വിഷയങ്ങളെയും ആ രീതിയിൽ തന്നെ സമീപിക്കുന്നു. അയ്യപ്പ സംഗമം നടത്തുന്നു. യുവതീ പ്രവേശനത്തിന് അനുകൂലമായി സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിക്കാൻ പോലും ദേവസ്വം ബോർഡ് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ പോലും BJP അതിനെതിരെ രംഗത്ത് വരുന്നു. അത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നു എന്ന് BJP തന്നെ തുറന്നു പറയേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഒരു സർക്കാർ തെറ്റ് തിരുത്തുന്നതായി BJPക്ക് ഇതിനെ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അത് അവരുടെ രാഷ്ട്രീയ നോട്ടം കൊണ്ടാണോ എന്നത് വിശദീകരിക്കേണ്ടത് BJP തന്നെയാണ്. കാരണം ഹിന്ദു വോട്ടുകൾ CPM-ലേക്ക് അടുക്കുമ്പോൾ എന്തിനാണ് BJP അസ്വസ്ഥപ്പെടുന്നത്? അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ കുത്തവകാശം അവർക്കാണോ എന്ന കാര്യത്തിൽ മറുപടി പറയേണ്ടത് BJP തന്നെയാണ്. എന്തായാലും മറ്റ് വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർ അവരെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന സംഘടനകൾക്കൊന്നും തന്നെ അയ്യപ്പ സംഘവുമോ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നതിൽ എതിർപ്പില്ല എന്നത് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ സർക്കാർ മറുപടി പറയേണ്ടി വരുന്നത് സർക്കാരിനെ വിശ്വസിച്ച് നവോത്ഥാന മതിലിൽ കണ്ണികളായ ഓരോ മനുഷ്യരോടുമാണ്. തുല്യതയ്ക്ക് വേണ്ടി സർക്കാർ നടത്തിയ നീക്കങ്ങൾ, മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ നടത്തിയ പ്രസ്താവനകൾ, യുവതീ പ്രവേശനത്തിന് അനുകൂലം എന്നെടുത്ത നിലപാടുകൾ, അതിനെ പാടിപ്പുകഴ്ത്തിയവർ, ഇവരോട് സർക്കാർ എന്ത് പറയും ഇങ്ങനെ ഒരു സത്യവാങ്മൂലം മാറ്റിക്കൊടുക്കുകയാണെങ്കിൽ എന്നതാണ് നമുക്കറിയേണ്ടത്. അവിടെ എന്ത് വിശദീകരണം ഉണ്ടാകുന്നു? പാടെ ഉള്ളൊരു മാറ്റമാണോ അതോ ഈ വിഷയം എങ്ങനെ സർക്കാർ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്. നമുക്ക് ഫോക്കസിലേക്ക് തന്നെ തിരിച്ചെത്താം. നേരം വൈകുന്നേരത്തിലേക്ക് തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ചേർത്തലയിലെ ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുൻപിൽ പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് സതീശൻ. അത് ബിന്ദു പത്മനാഭന്റെ ഭൂസ്വത്ത് സ്വന്തമാക്കിയ ഒരു വ്യക്തിയായിരുന്നു. അയാൾ ഒരു ബിസിനസ്സുകാരനാണ്. അത്തരം ഒരു വ്യക്തിയെ ന്യൂസ് 18 പരിചയപ്പെടുത്തിയത് അന്വേഷണ സംഘം ഈ സതീശനിൽ നിന്ന് മൊഴിയെടുത്തതിന് പിന്നാലെയാണ്. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സതീശനെ കൂട്ടിയോജിപ്പിക്കുന്ന കണ്ണി എന്ന് പറഞ്ഞാൽ, സതീശൻ ബിന്ദു പത്മനാഭന്റെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങാൻ തീരുമാനിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്വാൻസ് നൽകിയതിനു ശേഷം ബിന്ദു പത്മനാഭനെ കാണാതാകുന്നു. അതിനുശേഷം പിന്നീട് കോടതിയെ സമീപിച്ച് ഈ സ്വത്ത് സതീശൻ സ്വന്തമാക്കുകയായിരുന്നു. പിന്നീട് ആരും ബിന്ദു പത്മനാഭനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ബിന്ദു പത്മനാഭൻ തിരോധാനത്തിന് തൊട്ടു മുൻപ് നടന്ന ഭൂമി കൈമാറ്റം എന്ന നിലയിലാണ് സതീശനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത്. ഈ അന്വേഷണ സംഘം സതീശനെ തേടിയെത്തുന്നു. അതിന് പിന്നാലെ
ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ സതീഷിനെ കാണുന്നു, സംസാരിക്കുന്നു. പക്ഷേ ആ റിപ്പോർട്ടിൽ തന്നെ ശരണ്യ സ്നേഹജൻ വളരെ വ്യക്തമായി തന്നെ പല വൈരുദ്ധ്യങ്ങളും ഇയാൾ പറയുന്ന കാര്യങ്ങളിലുണ്ട് എന്നത് സൂചിപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ സതീഷിനുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കങ്ങൾ ഈ അന്വേഷണ സംഘം നടത്തുന്നു എന്നതാണ് വിവരം. ബിന്ദു പത്മനാഭന്റെ സ്ഥലം സ്വന്തമാക്കിയ സതീഷിന്റെ വീട്ടിലും ഹോട്ടലിലും ഇന്ന് ഈ അന്വേഷണ സംഘം റെയ്ഡ് നടത്തി. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. സതീശന്റെ സഹോദരന്റെ മരണത്തിലും അന്വേഷണ സംഘത്തിന് ചില സംശയങ്ങളുണ്ട്. അതും ന്യൂസ് 18 ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിവരങ്ങൾ നൽകിയതാണ്. സ്ഥല ഇടപാടുമായി ബന്ധപ്പെട്ട് സതീശൻ ന്യൂസ് 18 നൽകിയ പ്രതികരണം വളരെ ദുരൂഹത നിറഞ്ഞതായിരുന്നു. അത് ചർച്ചയായതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇത്തരത്തിലേക്കുള്ള നീക്കങ്ങൾ കൂടി നടത്തുന്നത്. സതീശനെതിരായ നീക്കം കടുപ്പിക്കുന്നത് എന്ന് കൂടി കാണണം. ചേർത്തല പോലീസും ക്രൈംബ്രാഞ്ചും ചേർന്നാണ് ഈ ഇന്നത്തെ പരിശോധനകളും റെയ്ഡും ഒക്കെ നടത്തിയത്. 2 സംഘങ്ങൾ ചേർന്നാണ്. അതൊന്ന് ചേർത്തല പോലീസും മറ്റൊന്ന് ക്രൈംബ്രാഞ്ചും ചേർന്നുകൊണ്ടാണ്. നേരത്തെ ജൈനമ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘമാണ് സതീഷിനെ നിന്ന് ആദ്യം വിവരങ്ങൾ തേടിയിരുന്നത്. അപ്പോൾ പല കേസുകളുമായി ബന്ധപ്പെട്ട് സതീഷിനിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട സൂചനയാണ്. ഇന്ന് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് സതീശനിൽ നിന്ന് വിവരങ്ങൾ അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. തന്റെ മുന്നിൽ നേരിട്ടെത്തിയാണ് ബിന്ദു പത്മനാഭൻ ഈ സ്ഥലമിടപാട് നടത്തിയത് എന്നതാണ് സതീശൻ ന്യൂസ് 18നോട് പറഞ്ഞിരുന്നത്. എഗ്രിമെന്റ് വെച്ച ശേഷം ബിന്ദുവിനെ പിന്നെ കണ്ടിട്ടില്ല എന്ന് സതീശൻ പറഞ്ഞിരുന്നു. സ്ഥലം കാണാൻ പോയ ദിവസം ബിന്ദു സെബാസ്റ്റ്യനൊപ്പം പള്ളിപ്പുറത്തെ വീട്ടിലായിരുന്നു താമസം എന്ന നിർണായക വിവരം കൂടി സതീശൻ നൽകിയിരുന്നു. എന്നാൽ അതായത് സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധം തന്നെ ബിന്ദു പത്മനാഭന് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ വാക്കുകൾ. അഡ്വാൻസ് വാങ്ങിപ്പോയ ശേഷം പിന്നെ ഈ ബിന്ദു പത്മനാഭനെ കണ്ടിട്ടില്ല എന്നതാണ് സതീശൻ പറഞ്ഞത്. വിദേശ നമ്പറിൽ നിന്നാണ് പിന്നീട് വിളി വന്നത് എന്ന് പറയുന്നു. അപ്പോൾ ബിന്ദു പത്മനാഭൻ വിദേശത്താണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഇതുമായി ബന്ധപ്പെട്ടു നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സ്ഥലം താൻ വന്നില്ലെങ്കിലും സ്വന്തമാക്കാനുള്ള വഴി അറിയില്ലേ എന്ന് ബിന്ദു പത്മനാഭൻ ചോദിച്ചു എന്ന് സതീശൻ പറഞ്ഞു. എഗ്രിമെന്റ് കാലാവധി പൂർത്തിയായ ഉടൻ തന്നെ സ്ഥലത്തിനായി കോടതിയെ സമീപിച്ചിട്ടാണ് ഈ സതീശൻ ഈ ഭൂസ്വത്ത് സ്വന്തമാക്കുന്നത്. എക്സ് പാർട്ടി വിധിയിലൂടെ ഭൂമി സതീശന് ലഭ്യമായി. അതിന് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഭൂമിയെ കിട്ടിയ ശേഷം ഈ കേസ് വാദിച്ച അഭിഭാഷകന്റെ സഹോദരന് തന്നെ ഈ സ്ഥലം സതീശൻ മറിച്ചു വിൽക്കുകയും കൂടി ചെയ്തതോടെയാണ് വലിയ സംശയം സതീശന്റെ ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ന്യൂസ് 18നോട് സതീശൻ വിശദീകരിച്ചിരുന്നു. ന്യൂസ് 18 നേരത്തെ തന്നെ റിപ്പോർട്ടായി നൽകിയിരുന്നതാണ്. അപ്പോൾ നേരത്തെ തന്നെ സതീശൻ ഈ രീതിയിൽ സംശയമുനയിലാണ് എന്ന വിവരം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ കാര്യങ്ങൾ ന്യൂസ് 18ലൂടെ തന്നെ സതീശൻ പുറത്തുവിട്ട വിവരങ്ങൾ, പല വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, ഇതെല്ലാം അന്വേഷണ സംഘത്തെ വീണ്ടും സതീശന്റെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സതീശനെ സ്റ്റേഷനിലെത്തിച്ചാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല ഹോട്ടലിലും മറ്റ് വീട്ടിലുമൊക്കെ പരിശോധന നടത്തി വിവരങ്ങൾ ശേഖരിക്കുക കൂടി ചെയ്തിരിക്കുന്നു. ഈ തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനുള്ള പങ്ക് ഇതിനോടകം തന്നെ ഈ 4 തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള സെബാസ്റ്റ്യനുള്ള പങ്ക് പുറത്തു വന്നതാണ്. സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കാണോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഇതുവരെ ഒരു തീർപ്പിലേക്ക് എത്തിയിട്ടില്ല. സെബാസ്റ്റ്യൻ ഒറ്റയ്ക്ക് ഈ ഇതിൽ 2 എണ്ണം കൊലപാതകമാണെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ കൊലപാതകം തന്നെ, മറ്റ് കേസുകളും കൊലപാതകം തന്നെ എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സെബാസ്റ്റ്യൻ ഒറ്റയ്ക്ക് സാധ്യമാകുമോ എന്ന സംശയം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് സെബാസ്റ്റ്യന് പിന്നിൽ ആര് എന്ന രീതിയിൽ അന്വേഷണ സംഘം ഈ അന്വേഷണം കടുപ്പിച്ചത്. സെബാസ്റ്റ്യന് പിന്നിലുള്ളവരെ കണ്ടെത്തുക എന്ന നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആ അന്വേഷണമാണ് സതീശനിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ സെബാസ്റ്റ്യന് പിന്നിൽ ആരൊക്കെ, എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം, എന്തായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ എന്നതുകൂടി അന്വേഷിക്കുന്നുണ്ട്. പെൺവാണിഭ സംഘമായിട്ട് ഉള്ള ബന്ധം ഉണ്ടോ, അത്തരം നടപടികൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നത് കൂടി അന്വേഷണ സംഘം വ്യക്തമായി പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അന്വേഷണത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പല വിധത്തിൽ ഉള്ള റെയ്ഡുകളും പരിശോധനകളും ഒക്കെ നടക്കുന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട്
സതീശന്റെ കേസുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി ഇടപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഉണർത്തുന്നത്. ഭൂമി ഇടപാടിൽ ബിന്ദു പത്മനാഭൻ അഡ്വാൻസ് കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഫോണിൽ കൂടി മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ, വിദേശത്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് സതീശൻ പറയുന്നത്. നേരത്തെ തന്നെ ന്യൂസ് 18 പുറത്തുവിട്ട ആ ഇന്റർവ്യൂവിന്റെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കാണാം. ബന്ധു വീട്ടിലിരുന്നു, സെബാസ്റ്റിന്റെ വീട്ടിലിരുന്നു. ഞങ്ങൾ പോയി കണ്ട്. അന്നാ ഇതുപോലെ രജിസ്ട്രേഷൻ ഇല്ലല്ലോ. അന്നല്ല ബിന്ദു വീട്ടിലുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞതാണോ അതോ ചേട്ടൻ കണ്ടു? എന്റെ അടുത്ത് വന്നിട്ടല്ലേ അങ്ങോട്ട് പോയത്. സെബാസ്റ്റ്യൻ വീട്ടിലിരിക്കുമ്പോൾ സെബാസ്റ്റ്യൻ ഭാര്യയുണ്ടോ? അന്ന് ദിവസം കല്യാണം കഴിച്ചിട്ടില്ല. അതായത് പിറ്റേ ദിവസം രാവിലെ സെബാസ്റ്റ്യൻ കാറുമായിട്ട് വന്നിട്ട് തന്നെ നമ്മൾ അമ്പലപ്പുഴ പോകണം. അന്ന് ദിവസത്തേക്ക് സെബാസ്റ്റ്യൻ വീട്ടിൽ താമസിച്ചിരുന്നു. നിങ്ങൾ പ്രോപ്പർട്ടി കാണാൻ പോകുന്നതിന് തലേന്ന് ഇന്ന് വൈകുന്നേരം വന്നു. രാത്രി ആളെ ഇറക്കില്ല. പിറ്റേ ദിവസം വെളുപ്പിനെ പോയി വന്നു, അഗ്രിമെന്റ് എഴുതിച്ചു, ഒന്നും തന്നെ കാശും കൊടുത്തു. നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ അതില്ലേ? നിങ്ങളുടെ അതൊക്കെ കോടതി കമ്മിറ്റ് ചെയ്തില്ലേ? അതിന് പിന്നെ കിട്ടിയില്ലേ? ഇല്ല. ഇപ്പൊ കേസുണ്ടോ അതിനകത്ത്? അത് ഞാൻ വിൽക്കുകയും ചെയ്തു. സ്ഥലം വിറ്റോ? പിന്നെ ഇല്ലേ. ആർക്ക് വിറ്റു? വക്കീലിന് തന്നെ വിളിച്ചു. കേസ് നടത്തി വക്കീലിനെ വിറ്റു. എനിക്കറിയാം ഇതിന്റെ പുറമെ ഇങ്ങനെയുള്ള ചോദ്യം വരില്ലേ. അത് രാമകൃഷ്ണ വക്കീലിന്റെ പേര് മേടിച്ചു. അങ്ങനെ അനിയനുണ്ടല്ലോ, ആ പുള്ളിയുടെ പേര് മേടിച്ചു. അതിനെപ്പോ അറിയുക. ആ സതീശന്റെ കേസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കറിയാൻ തീർച്ചയായും പറഞ്ഞു. വക്കീലിനെ മേടിച്ചു പ്രോപ്പർട്ടി. ഞാൻ മനഃപൂർവ്വം കൊടുത്തോ? അത് ലാഭം കിട്ടിയ? ലാഭം കിട്ടിയായിരുന്നു. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് സതീശൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ പലതും വൈരുദ്ധ്യങ്ങളായിരുന്നു, സംശയം ജനിപ്പിക്കുന്നതായിരുന്നു. എന്തായാലും സതീശനുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ ശക്തമാക്കുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുമ്പോൾ അത് ഈ ബിന്ദു പത്മനാഭൻ തിരോധാനവുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് ഈ സതീശന്റെ തന്നെ സഹോദരൻ ജയദേവന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൂടിയാണ്. നമ്മളോട് സംസാരിക്കുമ്പോഴും ജയദേവന്റെ മരണത്തെപ്പറ്റി അത് ഒരു സ്വാഭാവിക മരണം എന്ന നിലയിലാണ് സതീശൻ മറുപടി പറഞ്ഞിരുന്നത്. പക്ഷേ അത് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ ജയദേവനെ കണ്ടെത്തുകയായിരുന്നു. അതിന് തൊട്ട് മുൻപത്തെ ദിവസം രാത്രിയും സെബാസ്റ്റ്യനും ജയദേവനും ഒക്കെ ഒരുമിച്ച് രാത്രി വൈകുവോളം മദ്യപിച്ച് ഇരിക്കുകയും അതിന് ഒടുവിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ അന്ന് തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും അത് ഒരു സ്വാഭാവിക മരണം എന്ന നിലയിൽ പറഞ്ഞൊഴിയുകയാണ് സതീശൻ ചെയ്തിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടി അന്വേഷണ സംഘം ഇയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഒന്ന് സഹോദരന്റെ മരണവുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സതീശനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം തേടുന്നു. സതീശൻ സംശയ നിഴലിൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കൂടുതൽ പേർ സെബാസ്റ്റ്യന് പിന്നിലുണ്ട് എന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റ് ഫോക്കസിലേക്കും വാർത്തകളിലേക്കും അപ്പോൾ നമ്മൾ അടുത്ത ഫോക്കസിലേക്ക് പോവുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഇന്ത്യക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ജപ്പാൻ സന്ദർശനത്തിന് പിന്നാലെയാണ് ഷാങ്ഹായിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. 7 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രിയുടെ ചൈനീസ് സന്ദർശനം ഉണ്ടായത്. ഇന്ത്യക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫ് അത് വലിയ ഭീഷണിയായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നടത്തിയ ആ യാത്ര വലിയ പ്രതീക്ഷകളുടേതായിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൗത്യം പൂർണ്ണാർത്ഥത്തിൽ അർത്ഥവത്തായി എന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ അവിടെ നിന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള അങ്ങേയറ്റം സൗഹാർദ്ദപരമായിട്ടുള്ള ഇടപെടലുകൾ, ഊർജ സഹകരണം തുടരാനുള്ള തീരുമാനം, എണ്ണ വാങ്ങുന്നത് തുടരും എന്ന് വളരെ കൃത്യമായി തന്നെയുള്ള തീരുമാനം എടുത്തു. ആ നിലയിൽ ഇന്ത്യയും ചൈനയും റഷ്യയും സഹകരണം മെച്ചപ്പെടുത്തുകയും അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് തീരുമാനമെടുക്കുകയും മറ്റൊരു ലോക ശക്തി എന്ന നിലയിൽ ഈ രാഷ്ട്രങ്ങൾ, 3 രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് അത് ഒരുപാട് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതായിരുന്നു ഇന്നലെ അവസാനിച്ച ഉച്ചകോടിയും അതിനിടയിൽ നടന്ന ഉഭയകക്ഷി ചർച്ചകളും പ്രഖ്യാപനങ്ങളും ഒക്കെ. അപ്പോൾ അതിൻ്റെ പ്രതിഫലനം എന്ന നിലയിൽ അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ ഉച്ചകോടിയിൽ ഇന്നലെ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തൻ്റെ സുഹൃത്ത് എന്ന് അഭിസംബോധന ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ തന്നെ ഏറ്റവും ആദ്യം പ്രതികരണം എത്തിയത് ട്രംപിൻ്റെ ഭാഗത്തു നിന്നാണ്.
ട്രംപ് ഇന്ത്യയുമായുള്ള വാണിജ്യ കരാർ അത് അമേരിക്കയെ സംബന്ധിച്ച് എത്രമാത്രം ദുഷ്കരമായിരുന്നു എന്നത് ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. അതിൽ കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇന്ത്യ ഇപ്പോൾ വഴങ്ങിയിരിക്കുന്നു എന്ന ഒരു കാര്യം കൂടി ട്രംപ് സൂചിപ്പിച്ചു. പക്ഷേ അത് വളരെ വൈകിപ്പോയി എന്ന ഒരു കുറ്റപ്പെടുത്തൽ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇന്ത്യ അത്തരം ഒരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന് പിന്നാലെ വരുന്ന 3 പ്രതികരണങ്ങൾ, ഒന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസന്റെ ഭാഗത്തു നിന്നാണ്, മറ്റൊന്ന് മുൻ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടന്റെ ഭാഗത്തു നിന്നാണ്, ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാറോ യുടേതാണ് മറ്റൊരു പ്രതികരണം. അപ്പോൾ ഈ 3 പ്രതികരണങ്ങൾ എത്രമാത്രം ആഘാതം അല്ലെങ്കിൽ അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഷാങ്ഹായ് ഉച്ചകോടി, അവിടെ ഇന്ത്യയും ചൈനയും റഷ്യയും അടുക്കുന്നു എന്ന വാർത്തകൾ, ഈ 3 രാഷ്ട്ര തലവന്മാരുമായിട്ടുള്ള സൗഹൃദവും അതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ അമേരിക്കയെ എത്രമാത്രം അസ്വസ്ഥപ്പെടുത്തുന്നു എന്നതിൻ്റെ സൂചനകളാണ്. ഇന്ത്യയും ചൈനയും റഷ്യയും അടങ്ങുന്ന ത്രികക്ഷി സഖ്യത്തിന് കളമൊരുങ്ങുന്നതിൻ്റെ വാർത്തകൾ വരുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് തന്നെ ആദ്യ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധത്തെ മറികടക്കാൻ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പുതിയ വാതിലുകൾ തുറക്കുകയാണ് ഇന്ത്യ. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ അമേരിക്കയ്ക്കെതിരായ വിലപേശലിന് ഇന്ത്യ തയ്യാറെടുക്കുന്നു. നിർജീവ അവസ്ഥയിലായിരുന്ന ഷാങ്ഹായ് സഹകരണ രാജ്യങ്ങളുടെ കൂട്ടായ്മ പൊതു ശത്രുവിനെതിരെ ഒന്നിക്കുകയാണ്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുകയാണ് തുടങ്ങിയ നിലയിലൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചകൾ വലിയ രീതിയിൽ വിശകലനം ചെയ്യപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ ഉയരുന്ന പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ ട്രംപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രതികരണങ്ങൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ അത് അമേരിക്ക വളരെ നാളുകളായി ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നതാണ്. ഈ 3 ശക്തികൾ ഒരുമിക്കാതിരിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തി വന്നിരുന്നതാണ്. അതിന് ഒക്കെ ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത് ട്രംപിന്റെ ഈ നീക്കങ്ങളാണ് തുടങ്ങിയ പരാമർശങ്ങളാണ് ഇപ്പോൾ അമേരിക്കയുടെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും അമേരിക്കയെ വലിയ രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നീക്കങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. അത് അമേരിക്കയെ ഈ വാണിജ്യ കരാറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുമായി വളരെ പെട്ടെന്ന് തന്നെ ഒരു കരാറിലേക്കൊക്കെ എത്താൻ പറ്റുമെന്ന പ്രതീക്ഷ സ്കോട്ട് ബെൻസന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വളരെ കോളിളക്കം സൃഷ്ടിച്ചൊരു വാർത്തയായിരുന്നു മലപ്പുറം എടവണ്ണയിലെ റിധാൻ ഭാസിലിന്റെ വധം. 2023 ഏപ്രിൽ 22-നാണ് ചെമ്പൻകുത്ത് മലയിൽ, എടവണ്ണയിലെ ചെമ്പൻകുത്ത് മലയിൽ റിധാനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതിന് തൊട്ട് മുൻപത്തെ ദിവസം റിധാനെ കാണാനില്ലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ തെരച്ചിലാണ് റിധാൻ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. 3 വെടിയുണ്ട ശരീരത്തിൽ നിന്ന് കണ്ടെത്തു. വെടിയേറ്റ് മരിച്ചതാണ് എന്ന് പിന്നീട് ഫോറൻസിക് പരിശോധനാ ഫലം വന്നപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട പ്രതിയായി അറസ്റ്റിലായത് ഏറ്റവും അടുത്ത സുഹൃത്ത് ഷാനായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ വിവാദമായ, പിന്നീട് PV അൻവറിന്റെ ഇടപെടലിലൂടെ വലിയ ചർച്ചയായ റിധാൻ വധക്കേസിൽ എന്ത് സംഭവിച്ചു എന്ന അന്വേഷണമാണ് ഇന്ന് ന്യൂസ് 18 നടത്തുന്നത്. ഞങ്ങളുടെ പ്രതിനിധി CV അനുമോദ് നടത്തുന്നത്. ആദ്യം ആ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കണ്ടതിനു ശേഷം ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലേക്ക് തിരിച്ചെത്താം. ഏപ്രിൽ 22-നായിരുന്നു എടവണ്ണ ചെമ്പൻകുത്തുമലയിൽ റിധാനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെടിയേറ്റായിരുന്നു മരണമെന്ന ഫോറൻസിക് പരിശോധനയിൽ സ്ഥിരീകരിച്ചു. 3 വെടിയുണ്ടകൾ റിധാന്റെ ശരീരത്തിൽ കണ്ടെത്തി. കേസിൽ സുഹൃത്തായ ഷാൻ മുഹമ്മദ് അടക്കം 8 പേരെ പോലീസ് പിടികൂടി. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. ലഹരിക്കടത്ത് ശൃംഖലയിലെ കണ്ണികളുമായുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. മയക്കുമരുന്ന് കടത്ത് കേസുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾക്ക് മുൻപാണ് റിധാൻ ജയിൽ മോചിതനായത്. തന്നെ ചിലർ ലഹരിക്കേസിൽ കുടുക്കിയെന്നും റിധാൻ പറഞ്ഞിരുന്നു. മുൻപ് ഷാനിന്റെ സഹോദരൻ വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ പോലീസ് പിടിയിലായിരുന്നു. ഇക്കാര്യത്തിലും റിധാന്റെ ഇടപെടലിനെക്കുറിച്ച് ഷാന് സംശയമുണ്ടായിരുന്നു. ഇതിലെല്ലാമുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് കരുതുന്നത്. റിധാനെ വെടിവെച്ച് കൊന്ന ശേഷം റിധാന്റെ മൊബൈൽ ഫോൺ ചാലിയാറിലേക്ക് ഷാൻ വലിച്ചെറിഞ്ഞു എന്നുമാണ് പോലീസ് പറയുന്നത്. ഈ ഫോൺ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല.
എന്നാൽ കേസിൽ പോലീസ് യഥാർത്ഥ പ്രതികളെ അല്ല പിടികൂടുന്നത് എന്നും കേസ് അന്വേഷണ സംഘം അട്ടിമറിച്ചെന്നും ആരോപിച്ച നിലമ്പൂർ MLA ആയിരുന്ന സമയത്ത് PV അൻവർ രംഗത്ത് വന്നിരുന്നു. പോലീസ് ആരെയോ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും റിദാൻ ബാസിലിന്റെ ഫോൺ കണ്ടെത്താത്തത് അതുകൊണ്ടാണെന്നും അൻവർ ആരോപിച്ചിരുന്നു. തുടർന്ന് അൻവറിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. ന്യൂസ് 18 മലപ്പുറം. ഷാന്റെ വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്ന നിഗമനം. എന്നാൽ അങ്ങനെയല്ല എന്ന ഒരു പരാമർശം നിലമ്പൂർ MLA ആയിരുന്ന PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കേസ് ക്രൈംബ്രാഞ്ചിന് വിടുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി 1 വർഷമാകുമ്പോഴും ഇത് എവിടെയും എത്തിയിട്ടില്ല. യാതൊരു വിവരങ്ങളും പുറത്തു വരുന്നില്ല. ഈ ഘട്ടത്തിൽ ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് തുറന്നു പറയുകയാണ് റിദാന്റെ കുടുംബം. റിദാന്റെ കുടുംബത്തെ കണ്ട് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഇപ്പോഴത്തെ നിലപാട് തുടങ്ങിയവ ചോദിച്ചറിഞ്ഞത് CV അനുമോദാണ്. ആ റിപ്പോർട്ട് കാണാം. 2023 ഏപ്രിൽ 22-നാണ് റിദാൻ ബാസിൽ കൊല്ലപ്പെടുന്നത്. കോളടക്കം സൃഷ്ടിച്ച കേസായിരുന്നു അത്. സംഭവം നടന്ന് 3 ദിവസത്തെ കൊണ്ട് പോലീസ് പ്രതികളെല്ലാം പിടികൂടി. റിദാൻ ബാസിലിൻ്റെ സുഹൃത്തായ ഷാൻ മുഹമ്മദ് ആയിരുന്നു 1-ാം പ്രതി. മറ്റ് 7 പേരും കേസിൽ പ്രതികളായി. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം കേസിൻ്റെ കാര്യങ്ങളാകെ മാറിമറിഞ്ഞു. നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ ഈ കേസിൽ പോലീസിൻ്റേത് തിരക്കഥയനുസരിച്ചുള്ള നടപടികളാണെന്ന ആരോപണവുമായി രംഗത്തെത്തി. റിദാൻ ബാസിലിനെ കൊന്നവരെയല്ല പോലീസ് പിടികൂടിയതെന്ന് അൻവർ ആരോപിച്ചു. റിദാൻ ബാസിലിൻ്റെ ഫോൺ അത് പോലീസ് കളഞ്ഞതാണെന്ന് അൻവർ MLA ആക്ഷേപവുമായി ഉന്നയിച്ചു. സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. റിദാൻ ബാസിലിനെ കൊന്ന കേസിലെ പ്രതികൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു. 2 വർഷത്തിനിപ്പുറം ഈ കേസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. റിദാൻ ബാസിലിൻ്റെ കുടുംബം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അനിയൻ മുജീബ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. മുജീബ് ക, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വന്നു, ഈ അന്വേഷണം ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. നിങ്ങളെ കണ്ടിരുന്നു അവർ വന്നു? അതെ, ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ അവരുമായി ഞങ്ങൾക്ക് കിട്ടിയ ഡീറ്റെയിലുകളൊക്കെ ഞങ്ങൾ അവരോടുമായി സംസാരിക്കുകയും ഞങ്ങൾക്കതിലൊരു പ്രതീക്ഷ അവർ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇവൻ്റെ ഷാൻ്റെ പിന്നിലുള്ള ആളുകൾ ആരൊക്കെയാണെന്നും അവരെ ഞങ്ങൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരും എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അന്വേഷണത്തിലാണ് എന്ന് മാത്രമേ ഞങ്ങളോട് പറയുന്നുള്ളൂ. എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ രീതി ഒക്കെ ഒന്നും മനസ്സിലാവുന്നില്ല നമുക്ക്. വളരെയധികം ദുഃഖത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. എന്താ വെച്ചാൽ ഞങ്ങളെ മോനെ ഒരാൾ ഇങ്ങനെ സംഭവം കൊന്നിട്ട് ആ സംഭവം തെളിയിക്കാൻ ഈ ഷാൻ അല്ല അതിൻ്റെ കൂടെ പിന്നിൽ ആളുകളുണ്ട് എന്ന് ഒന്നടങ്കം നാട്ടുകാരും അവൻ്റെ സുഹൃത്തുക്കളും കുടുംബം ഒന്നടങ്കം പറഞ്ഞിട്ടും ഒരു എന്താ പറയുക, നമ്മളെ വെല്ലുവിളിച്ച് നടക്കുന്ന പോലെയാണ് അവർ നമ്മളെ മുമ്പിലൂടെ നടക്കുന്നത്. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വെല്ലുവിളിക്കുകയാണ്. നമുക്ക് ഏതായാലും അത് നിയമത്തിൻ്റെ വഴികളിൽ അല്ലാതെ നമുക്ക് ആരെയും ഒന്നും ചെയ്യാൻ നമുക്ക് ദൈവം അതിൻ്റെ അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇതിൻ്റെ കുറ്റവാളികൾ ഇന്നല്ലേ നാളെ ഞങ്ങൾ മുസ്ലിങ്ങളിൽ പറയുന്ന മാതിരി ഇല്ലെങ്കിൽ പരലോകത്തെയും വെച്ച് ഞങ്ങൾക്ക് അവരെ കണ്ടുമുട്ടുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷ. ഈ ഷാനും റിദാനും സുഹൃത്തുക്കളായിരുന്നല്ലോ. എന്താണ് ഈ കൊലപാതകത്തിൽ നയിച്ച കാരണം എന്താണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അതിലാണിപ്പം നമുക്കുള്ളത്. ഒന്ന്, അവർ തമ്മിലുള്ള കുറേ ഇടപാടുകൾ, അതായത് റിദാനും അവൻ്റെ ജ്യേഷ്ഠനുണ്ട്, ഷാൻ്റെ ജ്യേഷ്ഠൻ നിസാം അവൻ്റെ പേരിട്ട നിസാം അവനുമായിട്ടാണ് ബന്ധം. അപ്പോൾ ഈ റിദാനെ പിടിച്ചതിൻ്റെ കാരണത്തിൽ അവിടെ കോടതിയിലും മറ്റുള്ള കേസ് നടത്താനും വേണ്ടിയാണ് ഷാനെ ഇത് ശരിക്ക് ഏൽപ്പിക്കുന്നത്. ആര്? ഇവന് നിസാം. ആ ഏൽപ്പിച്ച സ്ഥിതിക്കാണ് ഇവരായിട്ട് അടുക്കുന്നത്. അങ്ങനെയാണ് ഇവരെ അടുപ്പം വരുന്നതും. അല്ലെങ്കിൽ മുൻ പരിചയങ്ങളോ മുൻ ബന്ധങ്ങളൊന്നും ഈ ഷാനായിട്ട് ആരില്ല, റിദാനില്ല. ഇതാണ് സത്യം. ഇവനെ വിശ്വസിച്ചിട്ടാണ് ഇവൻ്റെ ബൈക്കും കൊണ്ട് ഇവനെ ബാക്കിൽ കയറ്റിയിട്ട് ഇവൻ ആ പുലിക്കുന്നിലേക്ക് പോകുന്നത് അന്ന് രാത്രി.
അവിടെ വെച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുക. പക്ഷെ അവിടെ ഒരു ബൈക്കിൽ 2 പേര് വന്നിട്ടുണ്ടെന്നല്ല, അവിടെയുള്ള പിള്ളേർ, ചെറിയ കുട്ടികൾ ചടക്കം പൊട്ടിക്കാൻ കയറിയപ്പോൾ അവർ കണ്ടിട്ടുമുണ്ട്. പക്ഷെ അവരതൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടൊന്നും പോലീസ് അത് ചെവിട് കൊടുത്തിട്ടില്ല ശരിക്കും പറയാച്ചെങ്കിൽ. അതൊക്കെ ഞങ്ങൾ ഇപ്പോഴത്തെ അന്വേഷണ ആളുകളോടൊക്കെ ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഷാൻ ഒറ്റക്കല്ല, ഷാൻ്റെ പുറകിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് തന്നെയാണ് 100% നമുക്ക് ഇത് ഉള്ളത്. എന്താ വെച്ചാൽ അവനെ ഒറ്റക്ക് അവനെന്തായാലും കൊല്ലാൻ കഴിയൂല. എന്താ വെച്ചാൽ അതിനുള്ള ആരോഗ്യമില്ലാത്ത ഒരാളൊന്നുമല്ല ഇവൻ. കൂടുതൽ ആൾക്കാർ മെയിൻ ആ ഫോൺ കിട്ടാത്തതിൽ തന്നെയാണ് ഞങ്ങൾക്ക് ആ ദുരൂഹത ഞങ്ങൾക്ക് മാറാത്തത്. ഫോൺ എന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഏതൊക്കെയോ രീതിയിൽ പല അന്വേഷണങ്ങളും വന്നിട്ട് തെളിയാത്ത കേസുകൾ വരെ തെളിഞ്ഞു വന്ന കാലഘട്ടങ്ങളാണ് നമ്മളവിടെ ഉള്ളത്. അത്രയും അന്വേഷണങ്ങളൊക്കെ വളരെ സത്യസന്ധമായി നടക്കുന്ന കുറേ പോലീസ് ഓഫീസർമാരും പല ആളുകളുമുണ്ട്. നമ്മൾ പോലീസിനെ മൊത്തം നമ്മൾ ആക്ഷേപിച്ചല്ല പറയുന്നത്. നമ്മൾ പറയുന്ന എന്താണ്, നല്ല ഓഫീസർമാരും ഉണ്ട്. പക്ഷേ ഇവിടെ ഈ ശരിക്ക് പറയാച്ചെങ്കിൽ ഇതുവരെ തെളിയിക്കാൻ ഈ ഫോണ് എവിടെയാന്ന് ഈ ഷാനെ പിടിച്ച് ശരിക്ക് ഇവിടെ പല രീതിയിലുള്ള ഇതുണ്ടല്ലോ, തെളിയിക്കലുണ്ടല്ലോ. അതേമാതിരി അവനെ ഇവിടുന്ന് അവർ കൊണ്ടുപോയി തെളിയിക്കാൻ കഴിയാത്ത സംഭവം എന്നല്ല ഈ ഫോണിന്റെ സംഭവം. രക്ഷിക്കാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അത് ഇപ്പം ഈ ഞങ്ങൾക്ക് മനസ്സിലായതും ഞങ്ങൾക്ക് തോന്നുന്നു. അന്ന് ഞങ്ങൾ ഇപ്പം ഈ അൻവർ MLA പറഞ്ഞ അന്നത്തെ വിഷയത്തിലൊക്കെ ഉണ്ടായത് പോലീസുകാർ തന്നെയാണല്ലോ പിന്നിലുള്ളതെന്ന് നമ്മൾ അന്നേനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അന്നത്തെ SP ഇവരൊക്കെ അതെ, അവരൊക്കെ ഉള്ള ആ കാലത്തില്ല ഇതാണല്ലോ, ഈ വിഷയങ്ങളാണല്ലോ, ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അതാ പറഞ്ഞത്, അവരുടെ ബിസിനസ് എന്തൊക്കെയാന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതിൽ വായിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ മൊത്തത്തിൽ അന്വേഷിച്ച് നോക്കുമ്പം ഇത് പല രീതിയിലുള്ള ഇതുണ്ട്. ഇപ്പം മദ്രാസിൽ ഇവർക്ക് ഇതിൻ്റെ കരി ബിസിനസ് ഉണ്ട്. അതിൽ എന്തൊക്കെയോ അവരെ ദുരൂഹതകൾ ഈ ഫോണിലുണ്ട് എന്നാണ് ഒക്കെ. അപ്പം അതൊക്കെ റിതാനുണ്ടെങ്കിൽ കുറേ ആളുകൾ ഇവിടെ പെടാനുണ്ടെന്നും പെടും എന്നും ആണ് ഈ ഫോണിൻ്റെ മെയിൻ ഉദ്ദേശം. അതിനോണ്ടാണ് ഈ ആളെ ഫോണും നശിപ്പിച്ചു, ആളെയും കൊന്നു. ഇനിയിപ്പോൾ പിന്നെ ആർക്കും ഒന്നും ചോദിക്കാനില്ലല്ലോ. ഇതാണ് സത്യത്തിൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ചു കൊണ്ട് നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും 1 കൊല്ലമായിട്ട് ഒന്നും ആവുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ തോന്നണത്? വളരെ നിരാശയാണ്. ഞാൻ പറഞ്ഞല്ലോ, നല്ല ഒരു പ്രതീക്ഷയിലായിരുന്നു അന്നത്തെ ഓഫീസർ വന്നതും അവർ വന്നതും. അന്ന് ഞാൻ ആദ്യം തന്നെ വികാരപ്പെട്ടിട്ട് അവരോട് കുറേ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പം അവർ പറഞ്ഞു, നിങ്ങളെ വികാരം മനസ്സിലാകുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും ഇതിന് എല്ലാ രീതിയിലും അന്വേഷണം 100% ഞങ്ങളെ വിശ്വസിക്കാം നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴും നമ്മൾ അവരോട് ഇതായില്ല. പക്ഷെ ഞാൻ ഇതിനിടെ ആ ഓഫീസറെ വിളിച്ചപ്പോൾ പറഞ്ഞ അന്വേഷണത്തിൽ തന്നെയാണ്. ഇത് മാത്രമേ ഉള്ളൂ അവർക്ക് പറയാനുള്ളൂ, അന്വേഷണത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ ഇതിനെന്താണെന്നല്ലോ നമുക്ക് പറഞ്ഞു തരൂല എന്ന് വിചാരിക്കുന്നു. നീതി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അത് നീതി കിട്ടണമെന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ. പക്ഷേ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് എന്താണെന്ന് നമുക്കറിയില്ല, ഒരു സുഖം തോന്നുന്നില്ല. അതാണ് ഈ കുടുംബത്തിന് പറയാനുള്ളത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിട്ട് വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ മാസങ്ങൾക്കിപ്പുറം പ്രതീക്ഷകളൊക്കെ തന്നെ ഇല്ലാതെയാവുന്ന ഒരു സാഹചര്യം. നീതി കിട്ടുമോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിലും ക്രൈംബ്രാഞ്ചിന് തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടത്. റിദാൻ ബാസിൽ വധത്തിൽ ഷാൻ മുഹമ്മദിന് പുറകിൽ ആരാണെന്ന് അവർ കണ്ടെത്തേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് കുടുംബം ഉന്നയിക്കുന്ന അവരുടെ ന്യായമായ ആവശ്യം അത് നിറവേറ്റേണ്ടതുണ്ട്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. 2023 ഏപ്രിൽ 22-ന് ചെമ്പൻകുത്ത് മലമുകളിൽ എന്ത് നടന്നു എന്നതാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിച്ചിരുന്നത്, റിദാന്റെ കുടുംബം. പക്ഷേ ഇപ്പോഴും അത് ദുരൂഹതയായി തന്നെ തുടരുകയാണ്. ഫോൺ പോലും കണ്ടെത്താനാകുന്നില്ല. ഈ അന്വേഷണ സംഘത്തിൽ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു എന്നതാണ് ആ കുടുംബം ഇപ്പോൾ പറയുന്നത്. എന്തായാലും സത്യം പുറത്തു വരണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം, അവരുടെ അവസ്ഥ, അത് അധികാരികൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ന്യൂസ് 18 ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. എന്തായാലും നമ്മളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നേരം വൈകുന്നേരം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നമസ്കാരം.